Oppan Gangnam Style. Halla. നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. താങ്ക്സ്. ഒന്ന് പുറത്തോട്ടിറങ്ങിക്കേ. പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലും അല്ല ഉപദ്രവിക്കുന്നേ. അതെ. എന്താണ് കാര്യം? അല്ല ഞങ്ങൾക്ക് ഇന്ന് രാത്രി 12 മണി വരെ ഉള്ളൂ. 12 മണി വരെ? അല്ല ഒന്ന് കറങ്ങണം, കാറി കറങ്ങണം. ആ കറങ്ങിക്കോളൂ. നിങ്ങൾ കാർ ഓടിക്കുന്നു, ഞങ്ങൾ ഈ കാറിലിരുന്ന് ഈ നഗരം മൊത്തം 12 മണി വരെ ചുറ്റി കാണുന്നു. പക്ഷെ ഞാൻ ഓടിക്കണമെങ്കിലേ പെർ ഡേ 2000 rupees വേണം. അത് തിരി കൂടി പോയി. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പോകും. മണിക്കൂറിന് 3000 രൂപ വെച്ച് തരും. മണിക്കൂറിന് 3000 രൂപ വെച്ച് തരും. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ദാ വണ്ടി കയറിക്കോ. കേറ്. Oppan Gangnam Style. Hey, sexy lady. Being a norm. Baby, not more job. I don't know what I'm saying. Oppan Gangnam Style. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എവിടെ? ഞാൻ കസ്റ്റമറെയും കൊണ്ടുപോകും. പേപ്പറൊക്കെ ഇളക്കിയാ? പേപ്പറൊക്കെ ഇളക്കി. ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു? ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സർ. രണ്ട് കള്ളന്മാര് വേണ്ട അക്രമമൊക്കെ കാണിച്ചിട്ട് ഇതിലൊരു വാഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. അയ്യോ സാറേ, ഇത് 2 കോടീശ്വരന്മാർ വലിയ വീപ്പിളാണ് സാറേ. എന്റെ വണ്ടിയിൽ അങ്ങനെയുള്ളവരെല്ലാം കേട്ടു സാറേ. ഞാൻ എത്ര കാലം സാറിന് എന്നെ അറിയാം. കോടീശ്വരന്മാരോ? ആ ആന്നോ? ഒരുപാട് നാളായി കോടീശ്വരന്മാരെ കണ്ടിട്ട്. ഒന്ന് കാണിച്ചു തരും? ഓ സാർ, നോക്ക് സാർ. നമസ്കാരം സാർ. അതെ, 2 റൗഡികള് സിറ്റിയിൽ വേണ്ട അതിക്രമം കാട്ടിയിട്ട് വാഹനത്തിൽ കയറി പോയിന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ എല്ലാ വാഹനവും ചെക്ക് ചെയ്യണമെന്നാ മേളിൽ നിന്ന് ഉത്തരവ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി ഒന്ന് പരിശോധിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. അതുമല്ല, കോടീശ്വരന്മാരെ കണ്ടിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാ. മറ്റേ കോടീശ്വരൻ സാർ ഞങ്ങള് രാത്രി 12 മണി വരെ ഉണ്ടാവും. 12 മണി വരെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെട്ടോളാം. അപ്പൊ സാർ ശരി. അളിയനോട് എനിക്കൊരു കാര്യം പറഞ്ഞു. അളിയ, നമ്മൾ ആദ്യം കറി കയറിയിട്ട് ഓറഞ്ച് മേടിച്ചില്ലേ? ഓ അളിയ, എന്നിട്ട് അതിന്റെ കാശ് കൊടുത്തു. ഞാൻ കൊടുത്തു. ഞങ്ങളെ കൊടുക്കാൻ സമ്മതിച്ചില്ല. ഞാനൊരു കാര്യം പറയട്ടെ. തുണിയുടെ തുണി എടുത്തില്ലേ? എടുത്ത് തന്നെ പച്ചാരം എടുത്തു. ഞാൻ കൊടുത്തു. ഞങ്ങളെ കൊടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മള് വൈകിട്ട് എന്താ തുണിയും പാന്റ് ഷർട്ടും എടുത്തില്ലേ? അതിന്റെ കാശ് ആര് കൊടുത്തു? ഞാൻ കൊടുത്തു. അഹങ്കാരൊന്നുമില്ലെന്ന് പറയണ്ട. ഉച്ചക്ക് ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ 65 പിന്നെ പുലാവ് മറ്റേ മട്ടൻ ചാപ്സ് എല്ലാം മേടിച്ച് തിന്നപ്പോ അതിന്റെ പൈസ ആരും കൊടുത്തു? അതും ഞാൻ കൊടുത്തു. ഞങ്ങളെ കൊടുക്കാൻ സമ്മതിക്കില്ല. ഇത്രയും പൂത്ത പണമുള്ള ഞങ്ങളെ എന്തുകൊണ്ട് കൊടുക്കാൻ സമ്മതിച്ചില്ല? അളിയന്മാരെ, കാരണം എന്തെന്നറിയാമോ? ഒരു മണിക്കൂറിന് 3000 rupees വെച്ചാണ് എനിക്ക് വണ്ടിക്ക് നിങ്ങളെ തരുന്നത്. അപ്പൊ ഈ പിച്ച കാശിന് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അളിയാ. അത് ഞാൻ കൊടുക്കും. ഇത്രയൊക്കെ കൊടുക്കുമ്പോ നമ്മൾ അളിയന് എന്തെങ്കിലും കൊടുക്കാതിരുന്ന അത് മോശമല്ലോ. അതുകൊണ്ട് അളിന് വേറെ ഒന്നും തോന്നുന്നില്ല. ഇനി നിനക്ക് കാച്ച് വേണോ? എടാ, എന്റെ വണ്ടി പിടിച്ച് ഇല്ലാത്ത സ്ഥലത്തെല്ലാം പൈസ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് എന്നെ അടിക്കട്ടെ വേണം വണ്ടികളെ. ആ ചിത്തം പിടിച്ചു. ഞാൻ പോലീസിനെ വിളിക്കൂടാ. ഞാനിപ്പോ പോലീസിനെ വിളിക്കൂടാ. 100 വിളിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കെ കോവാലൻ വലിയ വിളയിൽ ഹൗസ്, വലിയ വിളയിൽ ഹൗസ്, കൊറ്റാറുകാവ്, പിന്നെ കരവന പിയോ തിരുവനന്തപുരം. നിന്റെ പറ.
അതിന്റെ ആവശ്യമില്ല. പോലീസ് ഇപ്പൊ വന്ന് നിങ്ങളെ പിടിക്കും. ഇപ്പൊ നോക്കിയോ വരുമ്പോ 12 മണിക്ക് മുമ്പ് വരാൻ പറഞ്ഞു. അതെന്തിനാ? 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസും കാണില്ല, ഞാനും കാണില്ല. കുഴപ്പമില്ലടാ, നീയൊക്കെ ഇവിടെ നില്ലടാ. അപ്പൊ ഞാൻ ഇപ്പൊ പോലീസിനെ മായങ്കാലോട് വലിച്ചേർക്കളയാൻ പറ. ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷം ഏതായാലും പോലീസുകാരനൊന്നും അറിയത്തില്ല. ഒറ്റ അടിച്ചതിന്റെ ഐ ലവ് പറഞ്ഞത് ആരാ അടിച്ചത്? പത്രം കോല നിനക്ക് പത്രം കൊണ്ട് തന്നിട്ട് വായി പ്രവചനങ്ങൾ പാളി, ലോകം അവസാനിച്ചില്ല. ഗോപാല, പത്രത്തിലെ വാർത്ത ലോകം അവസാനിച്ചില്ല. ഇത് കണ്ടാ നീ? വായിച്ചോക്ക്. പ്രവചനങ്ങൾ പാളി, ലോകം അവസാനിച്ചില്ല. മായൻ കലണ്ടർ പ്രകാരം ലോകം അവസാനിക്കുമെന്ന് വിശ്വസിച്ചിരുന്നവർ മണ്ടന്മാരായി. എന്റെ ദൈവമേ, രക്ഷപ്പെട്ട്. എടാ, നമ്മുടെ ലോകം അവസാനിച്ചില്ല. ജീവിച്ചിരിക്കല്ലേ ഞാൻ നീയൊക്കെ. എനിക്ക് ഇനി കല്യാണം കഴിക്കാടാ. എവിടെ വെച്ച് കല്യാണം കഴിക്കുന്നീ? ഞാൻ എവിടെയെങ്കിലും വെച്ച് കല്യാണം ജയിലിൽ കിടന്ന് കല്യാണം കഴിക്കൂടാ. എടാ, ഇന്നലെ എന്തൊക്കെയാടാ ചെയ്ത് കൂട്ടിയത് ഓർമ്മയുണ്ടോ? എന്റെ ദൈവം, എടാ മരത്തനെ നീ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ പോക്കർ തരത്തിലും കൂടെ നിന്നത്. ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യാൻ ഞാൻ എന്തോടാ ദൈവമാണോടാ? പോലീസ് നാട്ടുകാർ വരുന്നതിന് ഓടി രക്ഷപ്പെടാം. ശരിയാണോ? ആരെങ്കിലും ചെരുപ്പെട് ഷീറ്റ് എടുത്തോ? നമുക്ക് അല്ല, വേണ്ട, ഷീറ്റ് വേണ്ട. കിടക്കാൻ സമയം പതിയെ ഡോർ തുറ. സാറും പാച്ചുമുതലാളി ഒന്നും ഇങ്ങോട്ട് വന്നേ. സാറ് വിളിക്കുന്നു. ബഹുമാന്യ സദസ്സിന് വന്ദനം. നിങ്ങൾ ഏവരും ഞങ്ങളോട് മാപ്പാക്കണം. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ ലോകത്തിന് അവസാനിക്കാൻ സാധിച്ചില്ല. ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചടാ. നീ ഇന്നലെ രാത്രി എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത്? എന്താടാ നിങ്ങളൊക്കെ കാണിക്കണം? ഈ നോട്ടം മാത്രമേ ഉള്ളൂ. നോയിക്കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ചെയ്തൊക്കെ ചെയ്യും. മായൻ കലണ്ടർ പ്രകാരം ലോകം ഇന്നലെ അവസാനിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞു. ഇവൻ എന്നോടും ഞാൻ അവനോടും. രണ്ടുപേരും ഓടും. ഇങ്ങോട്ട് മാറിയില്ല. ഇനി അങ്ങോട്ട് കയറി നോക്കിക്കൊണ്ട് നില്ലേ. സാറേ, ലോകം ഇന്നലെ അവസാനിച്ചില്ലേ? ലോകം അവസാനിക്കൂലേ? ഈ ലോകം അവസാനിക്കൂല, പക്ഷെ നിന്റെയൊക്കെ രോഗം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കൂല.